ആദ്യമായി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അതേപോലെ മ്യൂച്വൽ ഫണ്ടുകളുടെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഡീറ്റെയിൽസ് മനസ്സിലാക്കാതെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന വ്യക്തികൾക്കുള്ള ആദ്യത്തെ വീഡിയോയിൽ വളരെ വിശദമായിട്ട് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളെക്കുറിച്ചും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ചും വിശദമാക്കി. ആദ്യത്തെ വീഡിയോയുടെ കണ്ടിന്യൂവേഷനായിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുന്നേ നിശ്ചയമായിട്ടും ആദ്യത്തെ പാർട്ട് കാണുക. വീഡിയോയുടെ ലിങ്ക് ഐ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. മ്യൂച്വൽ ഫണ്ടുകളിൽ സാധാരണ വ്യക്തികൾ നിക്ഷേപം നടത്തുന്നത് അവർ വളരെ പ്രതീക്ഷയോടു കൂടിയാണ്. കഴിഞ്ഞ വർഷത്തിലെ മ്യൂച്വൽ ഫണ്ട് 20% മുതൽ 40% വരെ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുവാനായിട്ട് സാധാരണ വ്യക്തികളെ അട്രാക്റ്റ് ചെയ്യുന്നത്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപത്തിന് ഗ്യാരണ്ടി ഒന്നുമില്ല. കഴിഞ്ഞ വർഷങ്ങളിലും അല്ലെങ്കിൽ കഴിഞ്ഞ 3 വർഷങ്ങളിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്തു. അതിൻ്റെ എൻഡ് റിസൾട്ടായിട്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും പെർഫോം ചെയ്തു. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺസ് ബേസിക്കലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഭാവിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോം ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപങ്ങൾക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല. നിങ്ങൾ എടുക്കുന്ന റിസ്കിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തു തരാൻ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപം. നിങ്ങൾ ബാങ്കുകളിലും മറ്റും നിക്ഷേപം നടത്തിയാൽ നിങ്ങളുടെ ക്യാപിറ്റൽ എമൗണ്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഇൻട്രസ്റ്റും ഗ്യാരണ്ടീഡാണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിനോ അതിന് ഫ്യൂച്ചറിലേക്ക് ലഭിക്കാൻ പോകുന്ന റിട്ടേൺസിനോ യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ല എന്ന് മനസ്സിലാക്കുക. പല അവസരങ്ങളിലും നിക്ഷേപകർ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിൽ ഒരുപാട് കുറവ് വന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുമുണ്ട്. മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ലോങ് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളാണ്. നിങ്ങളുടെ ഷോർട്ട് ടൈമിലേക്കുള്ള റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താതിരിക്കുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂറേഷൻ 5 വർഷമോ അതിൽ കൂടുതലാണെങ്കിൽ മാത്രമാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം ആരംഭിക്കാവുള്ളൂ. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ നിക്ഷേപം നടത്തി 1 മാസത്തിനകമോ 6 മാസത്തിനകമോ നിങ്ങളുടെ പണം വിഡ്രോ ചെയ്താൽ പല മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെയും പ്രൊവിഷൻ അനുസരിച്ച് 1% മുതൽ 1.5% വരെയും റിഡംഷൻ ഫീസ് നിങ്ങളുടെ റിഡംഷൻ എമൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. ഷോർട്ട് ടൈമിലോ അല്ലെങ്കിൽ മീഡിയം ടൈമിലോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്താതിരിക്കുക. പലർക്കുമുള്ള ഒരു സംശയമാണ്, അവർ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തി കഴിഞ്ഞ 3-4 വർഷത്തിന് ഉള്ളിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഒരുപാട് റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റുകൾ 2 ഇരട്ടിയും 3 ഇരട്ടിയും ആയിട്ടുണ്ട്. ഇവിടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഞാൻ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ ഇപ്പോൾ 3 ലക്ഷം രൂപയാണ്. ഞാൻ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഗെയിൻ ഞാൻ കാണിക്കേണ്ട ആവശ്യമുണ്ടോ, അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ഈ കാണിക്കുന്ന ഗെയിൻ എന്ന് പറയുന്നത് അൺറിയലൈസ്ഡ് ഗെയിൻ ആണ്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടാക്സ് പേയ്മെൻറ്റ് നിങ്ങൾ ഡെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്യൂച്ചർ ഡേറ്റിലേക്ക് നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീം എത്ര ലക്ഷം രൂപ അൺറിയലൈസ്ഡ് ഗെയിൻ കാണിച്ചാലും അതിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആക്ച്വലായിട്ട് ഈ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വിൽക്കുന്ന സമയത്ത് മാത്രം ടാക്സ് കൊടുത്താൽ മതി. നിങ്ങൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ 1 വർഷത്തിന് മുന്നെയാണ് നിങ്ങളുടെ നിക്ഷേപം പിൻവലിക്കുന്നതെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൺസിഡർ ചെയ്ത് 20% ടാക്സും, 1 വർഷത്തിന് ശേഷമാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ വിൽക്കുന്നതെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൺസിഡർ ചെയ്ത് നിങ്ങൾ 12.5% ടാക്സ് കൊടുക്കണം. കൂടാതെ ടാക്സ് സേവിങ്ങിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടും നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താം. ELSS, അതായത് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് സ്കീം എന്ന് പറയുന്ന സ്പെഷ്യലായിട്ടുള്ള ചില മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട്. ആ സ്കീമുകളിൽ നിങ്ങൾ നിക്ഷേപം നടത്തിയാൽ സെക്ഷൻ 80C അനുസരിച്ച് നിങ്ങൾ നിക്ഷേപം നടത്തുന്ന എമൗണ്ടിൻ്റെ 1.5 ലക്ഷം രൂപ വരെയും നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന് കുറച്ച് കാണിക്കാം. ഇത് ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമാണ് 80C എന്ന് പറയുന്ന സെക്ഷനിലുള്ള ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ. സാധാരണയായിട്ട് ടാക്സ് സേവിങ്ങിന് വേണ്ടിയിട്ട് ELSS ഫണ്ടുകളിൽ നിങ്ങൾ നിക്ഷേപം നടത്തിയാൽ ആ നിക്ഷേപങ്ങൾക്ക് 3 വർഷത്തെ ലോക്കിൻ പീരീഡ് ഉണ്ട്. നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തി 3 വർഷത്തിന് ശേഷം മാത്രമാണ് ആ ഫണ്ടുകളിൽ നിന്ന് പണം വിഡ്രോ ചെയ്യാനായിട്ട് അലൗ ചെയ്യുള്ളൂ. 80C എന്ന് പറയുന്ന സെക്ഷനിൽ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ ലഭിക്കുന്ന റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് പ്ലാനുകളും മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്കുണ്ട്. അത് എല്ലാ മ്യൂച്വൽ ഫണ്ടുകൾക്കും അവൈലബിൾ അല്ല. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസിയാണ്.
നിങ്ങൾ നടത്തിയിരിക്കുന്ന നിക്ഷേപത്തിൻ്റെ പെർഫോമൻസ് ഓരോ ഡേ എൻഡിലും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു 1000 രൂപ നിക്ഷേപം നടത്തി ഓരോ ദിവസവും ഈ 1000 രൂപ എത്ര രൂപയായിട്ട് വളർന്നിരിക്കുന്നു, അതേപോലെ നിങ്ങൾ 1000 രൂപ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങളിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടുകളുടെ അക്കൗണ്ട് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാം. ഒരു റെസിഡൻറ്റ് ഇന്ത്യൻ ആണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഫോർമാലിറ്റിയിൽ നിങ്ങളുടെ ആധാർ ബേസ്ഡ് ആയിട്ടുള്ള KYC നടത്തി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാം. ഓൺലൈനായിട്ട് മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുടെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് KYC ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാം. MF സെൻട്രൽ അതേപോലെ തന്നെ MF യൂട്ടിലിറ്റീസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും നിങ്ങൾക്ക് KYC കംപ്ലീറ്റ് ചെയ്യാം. അത് ഡിസ്കൗണ്ട് ബ്രോക്കറേജ് ഫേംസ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, സിറോദ, അപ്സ്റ്റോക്ക്, ഗ്രോ, ET മണി, ഏഞ്ചൽ, അതേപോലെ അനവധി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ട്രസ്റ്റഡ് ആയിട്ടുള്ള ഇതേപോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ, റിഡംഷൻ അതേപോലെയുള്ള ട്രാൻസാക്ഷൻസ് നടത്തുവാൻ പറ്റും. സിറോദ, അപ്സ്റ്റോക്ക് പോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതെങ്കിൽ അത് ഡിമാറ്റ് ഫോമിലാണ് അതിൻ്റെ യൂണിറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാം. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുടെ ഓഫീസിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. മിക്കവാറും എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെയും ഓഫീസുകൾ പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. അതുമല്ല എങ്കിൽ ക്യാംസിൻ്റെ ഓഫീസിലോ കാർവി അതായത് KFinTech ഇവരുടെ ഓഫീസിലോ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാം. NRIസിനെ സംബന്ധിച്ചിടത്തോളം ഓൺലൈനായിട്ട് അവരെ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ റൈറ്റ് നൗ അവൈലബിൾ അല്ല. അതിനാൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന പല NRI സുഹൃത്തുക്കൾക്കും അവർക്ക് ടൈംലി ബേസിസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്താനായിട്ട് ഡിലേ വരുന്നുണ്ട്. നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന NRIs അവർ വെക്കേഷന് കേരളത്തിൽ വരുന്ന സമയത്ത് ഞാനീ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടുകളുടെ ഓഫീസുകൾ കാർവിയുടെയോ ക്യാംസിൻ്റെയോ ഓഫീസിലോ വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികളല്ലെങ്കിൽ തന്നെയും നമ്മുടെ എല്ലാ NRI സുഹൃത്തുക്കളും തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ KYC ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് ഒരു മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് ഉപകാരപ്പെടും. നിങ്ങൾ വിദേശത്തേക്ക് തിരിച്ചു പോയി കഴിഞ്ഞ് നിങ്ങൾക്കൊരവസരത്തിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പലപ്പോഴും ഇതേപോലെയുള്ള KYC ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാത്തത് കാരണം നിങ്ങൾക്ക് നിക്ഷേപം നടത്താൻ സാധിക്കാതെ വരും. അതിനാൽ എല്ലാ പ്രവാസി സുഹൃത്തുക്കളും നാട്ടിൽ വരുമ്പോൾ നിശ്ചയമായിട്ടൊരു മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിന് നിങ്ങൾ പ്രത്യേകമായിട്ടുള്ള പണമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്കിൻ്റെ ചെക്ക് ബുക്കിൻ്റെ കോപ്പി, ഒരു ഫോട്ടോ, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് KYC ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങൾ നിങ്ങൾ പിൻവലിക്കുമ്പോൾ ബാങ്കുകളിൽ നിന്ന് നമുക്ക് പണം ലഭിക്കുന്നത് പോലെ ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് പണം ലഭിക്കുകയില്ല. സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾ ഫോളോ ചെയ്യുന്ന T+2 സെറ്റിൽമെൻറ്റാണ്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ അതാത് ബിസിനസ് ഡേയുടെ 3 മണിക്ക് മുന്നേ സബ്മിറ്റ് ചെയ്താൽ അത് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തിനകം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരും. NRIs ആണ് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ റെഡീം ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഏതെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ടാക്സ് പിടിച്ചതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയുള്ളൂ. എല്ലാ സമയങ്ങളിലും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളുടെ KYC ചെയ്യുമ്പോൾ നിങ്ങളുടെ ആധാർ ബേസ്ഡ് ആയിട്ടുള്ള KYC ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ചില ക്വസ്റ്റ്യൻസിന് സ്വന്തമായിട്ടുള്ളൊരു ആൻസർ കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റ്യൻസിനെല്ലാം കറക്റ്റായിട്ടുള്ളൊരു ആൻസർ കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ആക്ച്വലി ഇക്വിറ്റി ഫണ്ടുകളിലുള്ള നിക്ഷേപം ലോങ് ടൈമിലേക്കാണ് ഉള്ള നിക്ഷേപമാണ്. 5 വർഷത്തിന് മുകളിലേക്കുള്ള നിക്ഷേപങ്ങൾ മാത്രമാണ് ഇക്വിറ്റി ഫണ്ടിൽ കൺസിഡർ ചെയ്യാവുള്ളൂ. ഷോർട്ട് ടൈമിലേക്കാണ് നിങ്ങൾ നിക്ഷേപം നടത്തുന്നതെങ്കിൽ നിങ്ങൾ ഡെറ്റ് ഫണ്ടുകളോ ലിക്വിഡ് ഫണ്ടുകളോ തിരഞ്ഞെടുക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ നടത്തുന്ന നിക്ഷേപത്തിന് ഡെഫിനറ്റായിട്ടൊരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്ത് ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിക്ഷേപം നടത്തുന്നതെന്ന് തീരുമാനിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല ഫിനാൻഷ്യൽ ഗോളുകളുണ്ടാവാം. നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടൊരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാനാകാം.
നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാകാം, നിങ്ങളുടെ ഒരു വീട് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന്, ഒരു കാറ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടോ ആകാം. നിക്ഷേപത്തിൻ്റെ അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് അനുസരിച്ച് അതിന് സ്യൂട്ട് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇന്ന് നൂറുകണക്കിന് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ അവൈലബിൾ ആണ്. ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ നടത്തുന്ന നിക്ഷേപം നിങ്ങൾക്ക് 6 മാസത്തിനകം പിൻവലിക്കണം, അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ നിക്ഷേപം നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇക്വിറ്റി ഫണ്ടുകളിൽ നിക്ഷേപം നടത്താതിരിക്കുക. അൾട്രാ ഷോർട്ട് ടൈം ഫണ്ടോ മണി മാർക്കറ്റ് ഫണ്ടുകൾ പോലെയുള്ള ഡെറ്റ് ഫണ്ടുകളുണ്ട്. ആ സാഹചര്യത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഡെറ്റ് ഫണ്ടുകളാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റിസ്ക് ടോളറൻസ് ആണ്. റിസ്ക് ടോളറൻസ് അല്ലെങ്കിൽ റിസ്ക് ആപ്പിറ്റേറ്റ് എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എത്രമാത്രം റിസ്ക് എടുക്കാൻ പറ്റും. നിങ്ങൾ നിക്ഷേപം നടത്തിയിരിക്കുന്ന പണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കുറവ് വരികയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര റിസ്ക് എടുക്കാൻ പറ്റും. സാധാരണയായിട്ട് ലോ, മീഡിയം, ഹൈ എന്ന് പറയുന്ന 3 റിസ്ക് കാറ്റഗറിയിലുള്ള ഇൻവെസ്റ്റേഴ്സാണുള്ളത്. അപ്പോൾ ഓരോ കാറ്റഗറിയിലും വരുന്ന ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫണ്ടുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ലോ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടുകളിൽ നിക്ഷേപം നടത്താൻ പാടില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ റിസ്ക് കാറ്റഗറി മീഡിയം ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കൺസർവേറ്റീവ് ആയിട്ടുള്ള ഹൈബ്രിഡ് ഫണ്ടുകളിലോ മൾട്ടി അസറ്റ് ഫണ്ടുകളിലോ ആണ് നിക്ഷേപം നടത്തേണ്ടത്. നിങ്ങൾ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ഒരു വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റി സ്കീമുകളിലും നിക്ഷേപങ്ങൾ നടത്താം. അപ്പം ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള വ്യക്തികൾ അസ്യൂം ചെയ്യുന്നു മാർക്കറ്റിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ വന്ന് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂവിൽ കുറവ് വന്നാലും അത് നിങ്ങളെ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുകയില്ല. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ റിക്കവറി ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിക്കവറി ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു അപ്രീസിയേഷൻ ലഭിക്കുന്നവരെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് വിൽ പവർ ഉള്ള വ്യക്തികൾ മാത്രമാണ് ഇതേപോലെ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ഫണ്ടുകളിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കാവുള്ളൂ. മറ്റൊരു കാര്യം ടൈം ഹൊറൈസണാണ്. നിങ്ങൾ എത്ര നാളത്തേനാണ് നിക്ഷേപം നടത്തുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഷോർട്ട് ഡ്യൂറേഷനിലേക്കാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താതിരിക്കുക. മറ്റൊരു കാര്യം കൺസിഡർ ചെയ്യേണ്ടത് ടാക്സിൻ്റെ കാര്യമാണ്. നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ ടാക്സ് സേവിങ്ങിനാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ ELSS എന്ന് പറയുന്ന സ്കീം, ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീമിൽ തന്നെ നിക്ഷേപങ്ങൾ നടത്തുക. അതോടൊപ്പം നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വിൽക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതെന്ന കാര്യം നമ്മൾ ഓൾറെഡി വിശദീകരിച്ച് കഴിഞ്ഞു. മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലുള്ള നിക്ഷേപം ബാങ്കുകളിലുള്ള നിക്ഷേപങ്ങൾ പോലെയല്ല. ഒരു ഫണ്ടിൽ നമ്മൾ നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ആ ഫണ്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ ഫണ്ടിൻ്റെ കഴിഞ്ഞകാല പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കേണ്ടതുണ്ട്. ആ ഫണ്ടിൻ്റെ അണ്ടർലൈയിങ് അസറ്റ്സ്, നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന പണം എവിടേക്കാണ് ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. ആ ഫണ്ടിൻ്റെ എക്സ്പെൻസസ് റേഷ്യോ എത്രയാണെന്ന് നോക്കേണ്ടതുണ്ട്. ആ ഫണ്ട് ആരാണ് മാനേജ് ചെയ്യുന്നത്, ആ ഫണ്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഏത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തതിന് ശേഷം വേണം ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നിക്ഷേപങ്ങൾ നടത്തുവാൻ. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നിക്ഷേപം നടത്താൻ പോകുന്ന ഫണ്ടിൽ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ നോക്കണം. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ 100 കണക്കിന് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ അവൈലബിൾ ആണ്. പല കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട്. അതുകൂടാതെ തന്നെ ഓരോ ആഴ്ചയിലും 4-5 പുതിയ ഫണ്ടുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. ഒട്ടനവധി മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ ഒരേ സമയം നിക്ഷേപം നടത്തുന്നുണ്ട്. എനിക്ക് ലഭിക്കുന്ന മെസ്സേജുകളിൽ നിന്നും എല്ലാം എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില ആളുകൾ 25-30 അതിൽ കൂടുതൽ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്താറുണ്ട്. സാധാരണയായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് 5 മ്യൂച്വൽ ഫണ്ട് സ്കീമുകളൊക്കെയാണ്. ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ പല കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ട്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഒരു 10 സ്കീം വരെയും പോകുന്നതിൽ ഒരുപാട് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ ഒരു സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അത് മാനേജ് ചെയ്യാനായിട്ട് പാടാണ്. പിന്നെ അവിടെ ഒരു ഓവർ ഡൈവേഴ്സിഫിക്കേഷനും അവിടെ വരുന്നുണ്ട്. സാധാരണ നമ്മൾ പല പല ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളും അവരുടെ അണ്ടർലൈയിങ് അസറ്റ്സ് എന്ന് പറയുന്നത് മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ ഫണ്ടുകളിലും സിമിലർ ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന സ്കീമുകളുടെ നമ്പർ ലിമിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഷുറൻസും തമ്മിൽ മിക്സ് ചെയ്യരുതെന്ന് നമ്മൾ പല പ്രാവശ്യവും പറയാറുണ്ട്. പല ആളുകളും ചോദിക്കുന്നുണ്ട് യൂലിപ്പ് പോളിസികളിൽ നിക്ഷേപം നടത്താമോ എന്ന്. എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് നമ്മുടെ ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണുക. നിങ്ങളുടെ ഇൻഷുറൻസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്യുവറായിട്ടുള്ള ലോ പ്രീമിയം
ടേം ഇൻഷുറൻസ് പോളിസികൾ എടുക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക. ഇന്ന് ഏകദേശം 45 കൂടുതൽ മ്യൂച്വൽ ഫണ്ടുകൾ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ തന്നെ പല കാറ്റഗറിയിലുള്ള നൂറുകണക്കിന് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുമുണ്ട്. ഇക്വിറ്റി, ഡെറ്റ്, ഹൈബ്രിഡ്, അതേപോലെ സെക്ടർ സ്പെസിഫിക് ആയിട്ട് തീം ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടുകൾ, പല കാറ്റഗറിയിലും പല നേച്ചറിലും ഓപ്പറേറ്റ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട്. ഈ ഫണ്ടുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ബേസിക്കായിട്ട് നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടായിരിക്കണം ഫണ്ടുകൾ തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ വളരെ വിശദമായിട്ട് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട്. ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് കാണാത്ത വ്യക്തികളാണെങ്കിൽ ആ പാർട്ട് കൂടി കണ്ടു നോക്കുക. ഫ്യൂച്ചറിൽ നിങ്ങൾ ഏതെങ്കിലും മെസ്സേജോ ഇമെയിലോ എനിക്ക് അയക്കുന്നതിന് മുന്നേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഈ 2 വീഡിയോകളിലായിട്ട് വളരെ ഡീറ്റെയിലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഏതാണ് നല്ല മ്യൂച്വൽ ഫണ്ട് എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഏതാണ്, നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച്, നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റ് അനുസരിച്ച്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾ അനുസരിച്ചിട്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് നല്ല പെർഫോം ചെയ്യുന്ന ഒട്ടനവധി ഫണ്ടുകൾ ഉണ്ടായേക്കാം. ആ ഫണ്ടുകളെല്ലാം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളിന് സ്യൂട്ടബിൾ ആകണമെന്നില്ല. ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ സെബി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ അല്ല. അതോടൊപ്പം തന്നെ ഞാൻ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൻ്റെയോ ഇൻഷുറൻസ് കമ്പനിയുടെയോ മറ്റേതെങ്കിലും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ റെപ്രസെൻറ്റേറ്റീവുമല്ല. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. യാതൊരുവിധ കൊമേഴ്ഷ്യൽ മോട്ടീവും ഇല്ലാതെയാണ് ഈ ചാനലിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള മലയാളികളെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് ഈ ചാനലിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.